ഏഷ്യാനെറ്റ് സ്റ്റാർ സിംഗർ സീസൺ 10 ഞായറാഴ്ച സംപ്രേഷണം ചെയ്ത 65-ാം എപ്പിസോഡിലെ വിശേഷങ്ങൾ ഇങ്ങനെ. മാർച്ച് 1-ാം തീയതി ഞായറാഴ്ചയാണ് ഈ എപ്പിസോഡ് ചാനൽ സംപ്രേഷണം ചെയ്തത്. ഈ എപ്പിസോഡ് മുതൽ സ്പെഷ്യൽ ഗസ്റ്റായി എത്തിയിരുന്ന രഞ്ജിൻ രാജ് എപ്പിസോഡുകളിൽ എത്തിയിരുന്നില്ല. അർജുൻ കേസിയുടെ കുടുംബം ഷോയിൽ എത്തിയതാണ് ഈ എപ്പിസോഡിലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. മുൻ എപ്പിസോഡുകളിലെ പോലെ 1 vs 1 ചലഞ്ച് റൗണ്ടും മൂവിറ്റ് റൗണ്ടും ഇടകലർന്ന പെർഫോമൻസുകളാണ് മുന്നോട്ട് പോകുന്നത്. ഈ രീതിയിലുള്ള 3-ാമത്തെ എപ്പിസോഡാണിത്. അടുത്ത എപ്പിസോഡിലും ഈ രീതി തന്നെ തുടരും. ടോസ് നേടിയ കോൺവെന്റ് സ്കൂൾ ആദ്യം പെർഫോം ചെയ്യാൻ തീരുമാനിക്കുകയായിരുന്നു. ഒരു 1 vs 1 ചലഞ്ച് റൗണ്ടും 4 മൂവിറ്റ് റൗണ്ടുകളും ചേർന്നതാണ് ഈ എപ്പിസോഡ്. കോൺവെന്റ് സ്കൂളിൽ നിന്ന് മൂവിറ്റ് റൗണ്ടിൽ പെർഫോം ചെയ്ത ഗൗതം പ്രസാദും കൃഷ്ണശ്രീയും 99 മാർക്ക് വീതം നേടി. ഗുരുകുലത്തിൽ നിന്ന് മൂവിറ്റ് റൗണ്ടിൽ പെർഫോം ചെയ്ത അർജുൻ കേസി, ഗായത്രി മേനോൻ എന്നിവർ 100 മാർക്ക് വീതം നേടി ഗോൾഡൻ സ്റ്റാറും നേടി. 1 vs 1 ചലഞ്ച് റൗണ്ടിൽ കോൺവെന്റ് സ്കൂളിന്റെ സ്വർണയും ഗുരുകുലത്തിന്റെ സൂര്യനാരായണനും ഉൾപ്പെട്ട പെർഫോമൻസിൽ ഇരുവർക്കും 99.5 മാർക്ക് വീതം ലഭിച്ചു. ഈ പെർഫോമൻസ് തുടങ്ങുന്നതിന് മുൻപ് സ്വർണ തന്റെ പ്രിയപ്പെട്ട അനുജനായി കരുതുന്ന സൂര്യനാരായണന് ഒരു ജന്മദിന സമ്മാനം നൽകിയിരുന്നു. ഒരു ബർഗറും ഒരു വാച്ചും അടങ്ങുന്നതാണ് സമ്മാനം. ഈ എപ്പിസോഡിൽ ഗോൾഡൻ സ്റ്റാർ നേടിയതോടുകൂടി അർജുൻ തുടർച്ചയായ 3 പെർഫോമൻസുകളിൽ 100 മാർക്ക് വീതം നേടി ഗോൾഡൻ സ്റ്റാർ നേടുന്നു എന്ന ഒരു പ്രത്യേകത കൂടി ഈ എപ്പിസോഡിലുണ്ട്. കോൺവെന്റിന് 297.5 മാർക്കും ഗുരുകുലത്തിന് 299.5 മാർക്കും ലഭിച്ചു. ഗുരുകുലം എപ്പിസോഡ് വിന്നറായി. ഗോൾഡൻ സ്റ്റാർ നേടിയ അർജുനും ഗായത്രിയും ഈ എപ്പിസോഡിലെ ബെസ്റ്റ് പെർഫോമേഴ്സായി. ഈ ആഴ്ചയിലെ ബെസ്റ്റ് പെർഫോമേഴ്സായി 2 എപ്പിസോഡുകളിലുമായി ഗോൾഡൻ സ്റ്റാർ ജേതാക്കളായ 4 പേരെ, അതായത് ദിൽരാജ് ഗോപി, അർജുൻ കേസി, ഗായത്രി മേനോൻ, വിധുരാജ് എന്നിവരെ തിരഞ്ഞെടുത്തു.